ഇല്ല, എനിക്ക് തോന്നുന്നില്ല അത് സ്വാധീനിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ആ തെരഞ്ഞെടുപ്പിന്റെ ആ, ദിവസം ആ ദിവസം ഉണ്ടാകുന്ന പ്രതികരണം, തലേ ദിവസവും ആ ദിവസവും ഒക്കെ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെ പറ്റി അത് തിരുത്താനോ ആ തിരുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനോ ഒന്നും സമയമില്ല. ആദ്യം കേൾക്കുന്നത് എന്തോ അതാവും ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് ഇവിടെ അരുവിക്കര തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ആ ദിവസം തന്നെ വി എസ് അച്യുതാനന്ദൻ ഇദ്ദേഹത്തിന്റെ കെ രമയെ കാണാനായിട്ട് ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയി. വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്, വളരെ വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്. ഇത് അന്നത്തെ ദിവസം, ഇതിപ്പം ഗോവിന്ദൻ മാഷ് മനഃപൂർവ്വം പറഞ്ഞാണെന്നൊന്നും തോന്നുന്നില്ല. ഇത് തെരഞ്ഞെടുപ്പാണ്, ആ ദിവസം തെരഞ്ഞെടുപ്പിന്റെ ദിവസത്തെ അത് ഒരുപാട് സ്വാധീനിക്കുന്നതാണ് എന്ന ആ ഒരു അടിസ്ഥാന കാര്യം അദ്ദേഹം ഒരു നിമിഷം മറന്നുപോയതാവും, തലേ ദിവസം മറന്നുപോയോ എന്നുള്ളതാണ് അവിടെ. അതേപോലെ ഈ പറഞ്ഞത് ചരിത്രവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്, പറഞ്ഞത് വാസ്തവമാണ് ഒക്കെ തന്നെ. പക്ഷേ അത് യു ഡി എഫിന് നന്നായിട്ട് മുതലെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. സാധാരണഗതിയില് ഇവിടെ കേരളത്തിലെ ഈ അടുത്ത കാലത്ത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ എൽ ഡി എഫ് വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ എൽ ഡി എഫിലേക്ക് പോയ യു ഡി എഫ് വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ കാലമായിട്ട് യു ഡി എഫ്, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഒരു നറേറ്റീവ് ഇവിടെ ബിൽഡപ്പ് ചെയ്യുന്നു. അതായത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഇവിടെ ഭയങ്കര സഖ്യത്തിലാണ് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് ഒരു ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വാസ്തവവുമായിട്ടൊന്നും പുലബന്ധം പോലുമില്ല. പക്ഷെ ആ നറേറ്റീവ് ശരിയാണ് എന്ന് തോന്നിപ്പിക്കാൻ, ഇവർ പറയുന്നതിൻ്റെ അത് കാര്യമുണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് കഴിയും. അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. അതായത് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ജനങ്ങൾക്ക് അവസാന നിമിഷമെങ്കിലും ചെറിയൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാനായത് കാരണമായേക്കും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഇന്നത്തെ കാലത്ത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനാവുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിമിഷ നേരം കൊണ്ട് ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ആയിരക്കണക്കിന് മൊബൈലുകളിലേക്ക് പോവല്ലേ. ആ എത്ര പെട്ടെന്നാണ് ഒരു വിഷയം ഇവിടെ കത്തിപ്പിടിക്കുന്നതും ഒരു നറേറ്റീവ് ബിൽഡപ്പ് ചെയ്യുന്നതിനുള്ളതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇത് അവർക്കാണെങ്കിൽ ഇത് തിരുത്താനും ഇതിനുള്ള സമയമില്ല. അതിനു മുമ്പ് ആ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു. അത് അങ്ങനെ ഉണ്ടായില്ലായിരുന്നെങ്കിൽ എൽ ഡി എഫ് ഇവിടെ വിജയിക്കുമായിരുന്നു എന്നൊന്നും അർത്ഥമില്ല. പക്ഷെ ഈ ഇവരുടെ ഭൂരിപക്ഷത്തിന് ഇത്രയധികം കൂട്ടാനും അതുപോലെ അൻവറിലേക്ക് ഇത്രയധികം വോട്ട് പോകാനും ഒക്കെയുള്ള ഒരു കാരണമാകാൻ, ഒരു കാറ്റലിസ്റ്റ് ആവാൻ ഗോവിന്ദൻ മാഷിന്റെ ആ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഉണ്ടായില്ലായിരുന്നെങ്കിലും ഇലക്ഷൻ റിസൾട്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അതിനെ സാധ്യതയുണ്ട്. അൻവറിന് ഇത്രയും വോട്ട് ചിലപ്പോൾ ഒരുപക്ഷം കിട്ടില്ലായിരിക്കും. ആര്യാണ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം ഇത്രയും കൂടില്ലായിരിക്കും. അങ്ങനെയുള്ളത് സംഭവിക്കുള്ളൂ. പക്ഷെ അത് ഇലക്ഷനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിപ്പം അതിന്റെ ഡാമേജ് സംഭവിക്കാൻ പോകുന്നത് ഇനി വരുന്ന ദിവസങ്ങളിലാണ്. അത് അത്ര പെട്ടെന്നൊന്നും മായ്ച്ചു കളയാൻ പറ്റില്ല. കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് ഗോവിന്ദൻ മാഷ് RSS എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. RSSുമായി ഞങ്ങൾ സഖ്യം ഉണ്ടാക്കിയില്ലേ എന്നാ പറയുന്നത്. അല്ലാതെ ജനസംഘമൊന്നും ജനതാ പാർട്ടിയൊന്നും അല്ല. കറക്റ്റ് RSS എന്ന് തന്നെ ആ വാക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓൺ റെക്കോർഡായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് ഇവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്സൂളുകളായിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ട്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അത്ര എളുപ്പമല്ല.